சூரியவன்சிக்கு பிளாக் செக் ஆஃபர் பண்ணாங்க. ஒரு வருஷத்துக்கு 12 கோடி வரைக்குமே ஸ்பான்சர்ஷிப் ആഫർ பண்ணாங்க. സൂര്യവംശിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 10-12 കോടി കിട്ടുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ചെക്ക് കിട്ടി. ഇതുവരെ ബാങ്കിൽ കൊടുത്തിട്ടും പൈസ കിട്ടിയിട്ടില്ല. നോക്കിയപ്പോൾ ആ പറയുന്ന ചെക്കിൽ പൈസയില്ല. ரிப்போர்ட்ஸ்ல பிளாங்க் செக் வரைக்குமே பேசியிருக்காங்க. பிளாங்க் செக் அப்படின்னா உங்களுக்கு எவ்வளவு காசு வேணுமோ எழுதிக்கோங்க. സൂര്യവംശിക്ക് 15 ചെക്കും ഉണ്ട്. കുറേ ആൾക്കാർ പൈസ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഒരു ചെക്കും ഉണ്ട്. ആ ഒരാൾ പൈസ തരണമില്ല. ആ അക്കൗണ്ടിലാണെങ്കിൽ പൈസ ഇല്ല. அதுக்கு பதிலாக என்னோட கம்பெனியோட ஸ்டிக்கர் மட்டும் உங்க பேட்ல ஒட்டிக்கோங்க அப்படின்னு கேட்டிருக்காங்க. நீங்க பார்த்துருப்பீங்க கிரிக்கெட் பேட்ல MRF மாதிரி வித்தியாசம். അത് ശരിയാണ്. സൂര്യവംശിനെ കളിച്ചിട്ട് അവൻ്റെ ബാറ്റിൽ സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആരും വിളിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. இருந்து எல்லா கிரிக்கெட்டர்ஸோட பேட்லயுமே நீங்க இதை பார்க்கலாம். இதெல்லாம் சும்மா ஓட்ட மாட்டாங்க. ஒரு வளர்ந்து வர கிரிக்கெட்டரோட பேட்ல அவனோட கம்பெனியோட ஸ்டிக்கர் ஒட்டிட்டு விளையாடும் போது டிவில கோடிக்கணக்கான மக்கள் பார்ப்பாங்க. പോട്ടെ, ഇതൊന്നുമല്ല നമ്മുടെ കാര്യം. 15ാമത്തെ വയസ്സിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരുന്നത്, എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നത്, വല്ലതും ഓർമ്മയുണ്ട? ഐ തിങ്ക് എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ മറ്റേ പുളി ഇഞ്ചിയാ സിപ്പപ്പ് ചപ്പിയൊക്കെ നടക്കേണ്ട അവസ്ഥയാണ് അന്നത്തെ കാലത്ത്. 15ാമത്തെ വയസ്സിൽ അതുപോലെ തന്നെ ഒരു 9-10 കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഞാൻ എന്തായിരുന്നു ചെയ്തത്? ഇവൻ ക്രിക്കറ്റ് ബാറ്റ് മേടിച്ച് കോടാനുകോടികൾ ഉണ്ടാക്കേണ്ടത് മുംബൈ ഇന്ത്യൻസ് ഓഫർ ചെയ്തു. നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുത്തൊരു 100 രൂപ ചോദിച്ചാൽ இல்லடா பின்ன தரேன் மட்டும்தான். ஒருவேளை இவரோட பேரண்ட்ஸ் இவரோட டேலண்ட்டை புரிஞ்சுக்காம நீ படிப்புல மட்டும் கவனத்தை செலுத்தி கிரிக்கெட்லாம் விளையாடாத, நல்லா படிச்சு ஒரு கவர்மெண்ட் வேலைக்கு போ அப்படின்னு சொல்லியிருந்தாங்க அப்படின்னா என்ன ஆகியிருக்கும்? ചെക്കൻ നല്ല അസലായി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു ഇതും വേണ്ട, നല്ല അസൽ പ്ലെയറാണ്. ലോകത്തിന് തന്നെ അറിയപ്പെടുന്ന ഒരു 15 വയസ്സ് പ്ലെയർ. നമ്മളെ കൂടെ ബെഞ്ചേഴ്സ് എവിടെ എത്താൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പയ്യന്മാരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയാൻ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പയ്യൻ ഉണ്ട് എന്ന് പറയാനും, ക്രിക്കറ്റിനെ നമ്മുടെ രാജ്യം ഓൾറെഡി എല്ലാവരും ഫേമാണ്, അത് ഇതിലൊരു പേരിലും കൂടി ഫേമസ് ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ 15 വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറക്കണ്ട. അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മിസ് ചെയ്യല്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ കമൻറ്റ് ഇടാണ്ട് പോകുന്നുണ്ട്. എന്തായാലും ആവശ്യം ഇവിടെ കമൻറ്റ് ഇട്, ലൈക്ക് ഇട്, ഷെയർ ചെയ്യും. ഓക്കെ.